Alhamdulillahi Rabbil Alameen. Allahumma salli ala Sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Ashhadu an la ilaha illallah wa ashhadu anna Muhammadan Rasulullah. Allahumma salli wa sallim wa barik alayhi. Okay. അപ്പോൾ സ്വമ്മുൻ അല്ലേ, സ്വമ്മുൻ ബുക്മുൻ അമ്യുൻ ഫഹും ലാ യർജിഊൻ. നമ്മൾ മുനാഫിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. സുമ്മുൻ, അവർ ബധിരരാണ്, കേൾവിയില്ലാത്തവരാണ്. ബുക്മുൻ, ഇല്ലാത്തവരുമാണ്. ഉംയുൻ, കണ്ണിന് കാഴ്ചയില്ലാത്തവരുമാണ്. ഫഹും ലാ യർജിഊൻ, അവർ മടങ്ങി വരുകയില്ല. ഓക്കെ, സുമ്മു എന്ന് പറഞ്ഞാല് സ്വീകരിക്കേണ്ടത്, കേൾക്കേണ്ടത് കേൾക്കാത്തവരും പറയേണ്ടത് പറയാത്തവരും കാണേണ്ടത് കാണാത്തവരുമാണ്. അവർ പിഴച്ചവരാണ്, ആ പിഴവിൽ നിന്നും തിരിച്ചു വരുന്നവരല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഹും, അവർ. സുമ്മുൻ, കേൾക്കാത്തവരാണ്, കേൾവിയില്ലാത്തവരാണ്. അനിൽ ഹഖ്, ഹഖിനെ കുറിച്ച് കേൾക്കാത്തവരാണ്. ഹഖിനെ കുറിച്ച് കേൾക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഫലാ യസ്മഊനഹു, അവർ ഹഖിനെ കേൾക്കുകയില്ല. സമാഅ ഖബൂലിൻ, സ്വീകരിക്കുക എന്ന കേൾവി. ഒന്ന് പറയും നോക്കട്ടെ. അനിൽ ഹഖ്, അലിഫ് ലാം, അനിൽ ഹഖ്. ഹു എന്ന് പറഞ്ഞ അവിടെ ഒരു ഹു ഇല്ലേ, ഞാൻ സ്ക്രീന് കാണിച്ചു തരാം. ഓക്കെ, അതിൽ ഞാൻ പുള്ളി ഇട്ട് വെച്ചു. സ്ക്രീൻ കാണുന്നുണ്ടോ? അതായത് ഹു, ഹു എന്ന് പറഞ്ഞാൽ ഒരു പ്രൊനൗൺ ആണ്, ലമീറാണ്. ആ ലമീർ ഏതിലേക്കാ പോകുന്നത്? ഹക്കിലേക്കാ പോകുന്നത്. അപ്പോ ഹും, അവർ. അവർ എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകൾ. സുമ്മുൻ, അവർ കേൾവിയില്ലാത്തവരാണ്, കേൾവി ശക്തി ഇല്ലാത്തവരാണ്. അപ്പൊ ഒരു മുബ്തദഉം ഒരു ഖബറുമാണ്. എന്തിനാണ് അവർ കേൾക്കാത്തത്? അവർക്ക് കേൾവിയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കാത്തവരാണ് എന്നല്ല അർത്ഥം.
ഹക്കിനെ കേൾക്കൂല. ഹക്കിനെ കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഹക്കും അവർക്ക് കേൾക്കും. അള്ളാഹു ഒരുവനാണ് എന്ന് നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ കേൾക്കും. നബിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അവർ കേൾക്കും. പക്ഷേ സ്വീകരിക്കുന്ന കേൾവി ആ ഹക്കിനെ കേൾക്കൂല. മനസ്സിലായോ? അതാ ഫലാ യസ്മഊന, അവർ കേൾക്കൂല. ഹു, ഏത്? ഹക്കിനെ കേൾക്കൂല. എങ്ങനെ കേൾക്കൂല? സമാഅ ഖബൂലിൻ, സ്വീകരിക്കുക എന്ന ഒരു കേൾവി അവർ കേൾക്കൂല. തിരിഞ്ഞോ? ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്ക്, ബുഖ്മുൻ, അവർ സംസാരിക്കാത്തവരുമാണ്. അതാ, അപ്പൊ അവര് വർത്താനം പറയില്ലേ? പറയും. ഹറസുൻ അനിൽ ഖൈരി, നന്മകളെ സംസാരിക്കാത്തവരാണ്, നല്ലത് പറയാത്തവരാണ്. നല്ലത് പറയാ ഹറസു എന്ന സംസാരശേഷി ഇല്ലാത്തവർ, നാപ്പൊട്ടൻ എന്ന് പറയും. സംസാരശേഷി ഇല്ലാത്തവരാണ്. അനിൽ ഖൈരി, ഖൈറ് സംസാരിക്കാത്തവരാണ്. അപ്പോൾ ഫലാ യഖൂലൂനഹു, അവർ പറയൂല, ഖൈറിനെ പറയൂല. ഉണ്ടോ? അവിടെയും ഹൂ എന്നുള്ള ലമീർ വന്നു. ഖൈറിനെ അവർ പറയൂല. യഖൂലു യഖൂലാനി യഖൂലൂന, യസ്മഉ യസ്മആനി യസ്മഊന. നമ്മൾ മീസാനിൽ പഠിച്ച സർഫാക്കിയിട്ട് വരുന്നത്. ഉംയുൻ, അവർ അന്ധരുമാണ്. അവർ അന്ധരും മൂകരും ബധിരരുമാണ് എന്നപ്പോ പറഞ്ഞ ചുരുക്കം. അപ്പൊ കണ്ണ് കാണാത്തവർ എന്ന് പറഞ്ഞാൽ അൻ ത്വരീഖിൽ ഹുദാ, സന്മാർഗത്തിന്റെ വഴികൾ കാണാത്തവരാണ്. സന്മാർഗത്തിന്റെ വഴി കാണൂല, നല്ല വഴി ഏതാണ് എന്ന് കാണൂല. അപ്പോൾ ഫലാ യറൗനഹു, അവര് നല്ല വഴിയെ അവർ കാണുകയില്ല. യറൗന, അവർ കാണൂല. ഹു, നല്ല വഴിയെ കാണൂല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് 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 നോക്കി. ഹുദ, ഹുദ, അൻ ത്വരീഖിൽ ഹുദ, സന്മാർഗത്തിന്റെ വഴിയെ കാണാത്തവരാണ്. നല്ല വഴി ഏതാണ് എന്നവർക്ക് കാഴ്ചയില്ലാത്തവരാണ്. അപ്പോൾ ഫലൗ യറൗനഹു, ഫലാ യറൗനഹു, അവർ നല്ലൊരു മാർഗം സ്വീകരിക്കൂല, അതിനെ കാണൂല. അല്ല, ഫലാ യറൗന, അവർ കാണുകയില്ല. ഹു, ആ നല്ല വഴിയെ കാണൂല. റആ എന്ന് പറഞ്ഞില്ലേ നമ്മള്? റആ, റഅയ്തു, ഞാൻ കണ്ടു. അതിന്റെ മുദാരിയാണ് റആ യറാ എന്ന വരിക. റആ യറാ എന്ന അതിന്റെ മുദാരി വരിക. അപ്പോ യറാ യറയാനി യറൗന എന്ന മുദാരി വരിക. യറാ യറയാനി യറൗന. ക്ലിയർ അല്ലേ? ഫഹും, അതുകൊണ്ട് അവർ ലാ യർജിഊന, മടങ്ങി വരികയില്ല. അനിൽ ളലാലത്തി, പിഴച്ചതിൽ നിന്ന് മടങ്ങി വരൂല. പിഴച്ച ആശയത്തിൽ നിന്ന് മടങ്ങൂല. അവർക്ക് നല്ലത് കാണാനുള്ള കണ്ണില്ല, നല്ലത് സംസാരിക്കാനുള്ള നാവില്ല, നല്ലത് കേൾക്കാനുള്ള കാതില്ല. അപ്പൊ പിന്നെ അവർ പിഴച്ചതിൽ തന്നെ ആയിരിക്കും. സന്മാർഗത്തിലേക്ക് അവരെന്താവുകയില്ല, വരികയില്ല. ഓക്കെ അല്ലേ? അടുത്ത ആയത്തിലേക്ക് പോവാം. ഇനി
أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. നോക്കാം. അപ്പൊ അവർക്കൊരു ഉപമ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഇരുട്ടത്ത് വിളക്ക് കത്തിച്ചു പോകുന്ന ഒരാളെ പോലെയാണ്. അങ്ങനെ വെളിച്ചം ചുറ്റുമുള്ളത് കണ്ടു തുടങ്ങിയാൽ അവർക്ക് ആ ലൈറ്റ് കണ്ട് കേടും, പിന്നെ ഒരു ഇരുട്ട് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഉപമയാണ് പറഞ്ഞത്. ഇനി പറയുന്നത് ഔ അല്ലെങ്കിൽ, ആ ഉപമ നിങ്ങൾക്ക് വേറൊരു ഉപമ കൂടി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാം. മസലുഹും അവരുടെ ഉപമ സൊയ്യിബ് പോലെയാണ്. ഔ മസലുഹും കസൊയ്യിബിൻ, സൊയ്യിബ് പോലെയാണ്. ഏതുപോലെ? ഐ ക അസ്ഹാബി മത്വരിൻ, മഴ കിട്ടിയ ആളെ പോലെയാണ്. ഒരു മിനിറ്റ്. ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പറഞ്ഞോളേ. മഴ കിട്ടിയ ആളെ പോലെയാണ്. മഴ കിട്ടിയ ആളുകൾ. സൊയ്യിബ് എന്ന് പറഞ്ഞാല് ഐ ക അസ്ഹാബി മത്വരിൻ. സൊയ്യിബ് എന്ന് പറഞ്ഞാൽ മഴ എന്നാണ് അർത്ഥം കേട്ടോ. മഴ. അപ്പൊ മഴ ലഭിച്ച ആളുകളെ പോലെയാണ് ആ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു മഴ കിട്ടിയ ആളുകൾ. അപ്പൊ ഈ സൊയ്യിബ് എന്നുള്ളതിന്റെ അസ്ല് ശ്രദ്ധിക്കണേ. അപ്പൊ അസ്ലുഹു, സൊയ്യിബ് എന്നതിന്റെ അസ്ല് സ്വയൂബ് എന്നാണ്. സ്വയൂബ് മീൻ സ്വാബ യസൂബു. സ്വാബ എന്നാണ് ഫീൽ കേട്ടോ. സ്വാബ യസൂബു എന്ന ഫീൽ. കാല യഖൂലു എന്നൊക്കെ നമ്മൾ പറയല്ലോ, അതുപോലെ സ്വാബ യസൂബു സ്വയൂബ് എന്നാണ് അതിന്റെ അസ്ല്. അതെന്ത് ചെയ്യുന്നു വെച്ചാൽ വാവിനെ മറിച്ച് യാ ആക്കി, എന്നിട്ട് അതിന് കസ്റ് കൊടുത്തു, സൊയ്യിബ് എന്നാക്കി. അത് അറബിയിലെ ഒരു നിയമമാണ്. വാവും യാവും ഒരു കലിമത്തിൽ ഒരുമിച്ച് വരികയാണ് എങ്കിൽ വാവിനെ മറിച്ച് യാ ആക്കിയിട്ട് സൊയ്യിബ് എന്നാക്കും. അപ്പൊ ഇവിടെ നോക്കി, കസൊയ്യിബിൻ എന്നല്ലേ അതിന്റെ അസ്ൽ. എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? സ്വയൂബ് എന്നാണ്. അത് പിന്നെ മറിച്ചതാണ്. സ്വാബ യസൂബു എന്ന ഫീലിൽ നിന്നാണത്. അതിന്റെ അർത്ഥം യൻസിലു, ഇറങ്ങുക എന്നാണ്. അപ്പൊ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ പെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മഴ. സൊയ്യിബ് എന്ന് പറഞ്ഞാൽ പെയ്യുന്നത് എന്നാണ്. അപ്പോ മഴ പെയ്ത് മഴ കിട്ടിയ ആളുകളെ പോലെയാണ് അവർ. എവിടെ നിന്നും പെയ്യുന്നത്? മിനസ്സമായി, ആകാശത്തിൽ നിന്നും. അസ്സഹാബി, ആകാശം എന്ന് പറഞ്ഞാൽ മേഘത്തിൽ നിന്നും. ആകാശം എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് അവിടെ അർത്ഥം. അപ്പോ മേഘത്തിൽ നിന്നും മഴ ലഭിച്ച ആളുകളെ പോലെയാണ്. ഫീഹി ഐ സഹാബി, ആ എങ്ങനെയുള്ള മേഘമാണ്? ആ മേഘത്തിലുണ്ട് ദുലുമാത്തുൻ മുതകാസിഫത്തുൻ, തിങ്ങിയ ഇരുട്ടുകളുണ്ട്. വറഅദുൻ, ഇടിയുമുണ്ട്. വബർഖുൻ, മിന്നലുമുണ്ട്. അപ്പൊ വെറും മഴ കിട്ടിയ ആള് എന്ന് പറഞ്ഞാല് വെള്ളം ആകാശത്തു നിന്ന് പെയ്യുക എന്നുള്ളത് മാത്രമല്ല, എന്തുകൂടി ഉണ്ട്? അവന് ഇടിയുണ്ട്, മിന്നലുണ്ട്. മനസ്സിലായോ? നമുക്കിപ്പോ ഇടിയും മിന്നലും താല്പര്യമുണ്ടോ? മഴ പെയ്യണമെന്ന്, മഴയും തന്നെ അധികം മഴ കിട്ടിയാലും നമുക്ക് താല്പര്യമില്ല. അപ്പോ ഇവിടെ നല്ല ഇരുട്ട്,
നല്ല ഇരുട്ട്, നല്ല ശക്തമായ ഇരുട്ട്. അതാണ് ളുലുമാത്തുൻ മുത്തക്കാസിഫത്തുൻ, തിങ്ങിയതായ കൂരാകൂരിരുട്ട്. അതുപോലെ റഅദുൻ, ഇടിയുമുണ്ട്. വൽ മലക്കുൽ മുഅക്കലു ബിഹി, ശരിക്കും റഅദ് എന്ന് പറഞ്ഞാൽ ഇടി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് എന്നാണ് അർത്ഥം. വഖീല സൗത്തുഹു, ഒരഭിപ്രായം അതിന്റെ ശബ്ദമാണ് എന്നുണ്ട്. ഏതായാലും ഇടിയുണ്ട്, അത് ഇടി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. വബർഖുൻ, മിന്നലുമുണ്ട്. വബർഖുൻ, മിന്നലും. ലമഅനു സൗതിഹി, ആ ഇടിയുടെ ശബ്ദത്തിന്റെ തിളക്കവും ഉണ്ട്. ഇടിയുടെ ശബ്ദം ഉണ്ടാകുമ്പോൾ ഒരു പ്രകാശവുമുണ്ട്. അല്ലദീ യസ്ജുറുഹു, അത് പേടിപ്പിക്കും, ഭയപ്പെടുത്തും. പേടിപ്പിക്കുന്ന, ഭീതിപ്പെടുത്തുന്ന ഇടിയുണ്ട്. എന്തുകൊണ്ട്? മിന്നലും ഉണ്ട്, നല്ല കൂരാകൂരിരുട്ടുമുണ്ട്. അപ്പൊ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നല്ല ഇരുട്ട്, നല്ല മഴ, നല്ല മിന്നല്, നല്ല ഇടി, ശക്തമായ ഇടി. അപ്പൊ അവരെന്ത് ചെയ്യുന്നത്? യസ്ജുറുഹു ബിഹി വയജഅലൂന, അവർ ആക്കുന്നു. ഐ അസ്ഹാബു സയ്യിബി, ഈ മഴ കിട്ടിയ ആളുകൾ ആക്കുന്നു. അസാബിഅഹും, അവരുടെ വിരലുകളെ ആക്കുന്നു. ഐ അനാമില, വിരല് വന്ന വിരലിന്റെ തെല്ല്, ഇവിടെ തെല്ലുകളെ ആക്കും. ഫി ആദാനിഹിം, അവരുടെ ചെവികളിലാക്കും. ചെവിയിൽ ഇങ്ങനെ ഇടും. മിൻ അജ്ലി സ്വവാഇഖി, ശക്തമായ ഇടിയുടെ ശബ്ദം കാരണത്താൽ. ഇടി പൊട്ടുന്ന സമയത്ത്, ഇടി ഭയങ്കര ശബ്ദത്തിലാകുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും? ചെവിയിൽ ഇങ്ങനെ കൈ വെക്കും. അതേപോലെ അവര് ചെവിയിൽ കൈ വെക്കും. അതാ ശിദ്ദത്തി സൗത്തിർ റഅദി, അതാണ് സ്വവായിക്ക് എന്ന് പറഞ്ഞാൽ. ഇടിയുടെ ശബ്ദം കഠിനമായതിന് വേണ്ടി അവർ ചെവിയിൽ വെക്കും. എന്തിനാ അങ്ങനെ വെക്കുന്നത്? ചെവിയിൽ വിരൽ വെക്കുന്നത്, വിരലിന്റെ തെല്ലുകൾ വെക്കുന്നത് ലി അല്ലാ യസ്മഊഹ, ആ ശബ്ദത്തെ കേൾക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ വെച്ചാൽ കേൾക്കൂല. ഹദറൽ മൗതി, ഹദറൽ മൗത്ത്, മരണത്തെ പേടിച്ചതിന് വേണ്ടി. ഹൗഫൽ മൗത്തി, മരണത്തെ പേടിച്ചതിന് വേണ്ടി. ഇടിവെട്ടി, ഇടിയേറ്റ് മരിച്ചു, മിന്നലേറ്റ് മരിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കാലോ. ഇടിവെട്ട്, അറ്റാക്കായി, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ പറയും. ഈ സംഗതികൾ വരാതിരിക്കാൻ വേണ്ടി, മരണത്തെ പേടിച്ചതിന് വേണ്ടി ശക്തമായ ഇരുട്ടിൽ, ഇടിയും മിന്നലും നല്ല മഴയുമുള്ള രാത്രിയിൽ ചെവിയിൽ വിരല് വെച്ച് ഇടിയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ഇരിക്കുന്ന മഴ ലഭിച്ച ആളുകളെ പോലെയാണ് മുനാഫിക്കുകൾ. മനസ്സിലായോ? അപ്പൊ ഇനി എന്താണ് താരതമ്യപ്പെടുത്തുന്നതിന്റെ, സാദൃശ്യപ്പെടുത്തുന്നതിന്റെ വിശദീകരണം പറയണം. എന്താ സാദൃശ്യപ്പെടുത്തുന്നതിന്റെ വിശദീകരണം? ശ്രദ്ധിക്കണേ. കദാലിക, ഇപ്രകാരം. ഇപ്പൊ നമുക്കൊരു ചിത്രം കിട്ടി. ഇടിയുണ്ട്, മിന്നലുണ്ട്, അതുപോലെ മഴ ഉണ്ട്, അങ്ങനെ നല്ല ഇരുട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞു കിട്ടി. കദാലിക, ഇപ്രകാരം. ഹൗലായി, ഇവർ മുനാഫിക്കുകൾ. ഇദാ നസലൽ ഖുർആനു, ഖുർആൻ ഇറങ്ങിയാൽ, അതായത് മഴ പെയ്താൽ, ഖുർആൻ ഇറങ്ങിയാൽ എന്ന് പറഞ്ഞാല് അതിനോട് സാധിച്ചപ്പെടുത്തുമ്പോൾ മഴ പെയ്താൽ. എങ്ങനെയുള്ള ഖുർആനാണ്? വഫീഹി ദിക്റുൽ കുഫ്രി, അതിൽ കുഫറിനെ കുറിച്ച് പറച്ചിലുണ്ട് ഖുർആനില്. അൽ മുശബ്ബഹി ബിൽ ദുലുമാത്ത്, കുഫർ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെളിച്ചാണ്. അപ്പൊ ഇരുട്ടിനോട് സാദൃശ്യപ്പെടുത്തപ്പെട്ട കുഫറിനെ കുറിച്ച് പറയലുള്ള ഖുർആൻ. അതുപോലെ വൽ വഈദു അലൈഹി, ഉണ്ടോ? അതിൽ കുറെ മുന്നറിയിപ്പുകളുണ്ട്. അൽ മുശബ്ബഹു ബിർ റഅദ്, റഅദ് ഇടിയോട് സാദൃശ്യപ്പെടുത്തപ്പെട്ടതായ മുന്നറിയിപ്പുണ്ട്. വൽ ഹുജജു, തെളിവുകളുണ്ട് ഖുർആനിൽ. വൽ ബയ്യിനത്തു, ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അൽ മുശബ്ബഹത്തു ബിൽ ബർഖ്, മിന്നലിനോട് സാദൃശ്യപ്പെടുത്തപ്പെട്ടതായ. അപ്പോ മഴ പെയ്യുമ്പോൾ ഇരുട്ടും
ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്നത് പോലെ ഖുർആൻ ഇറങ്ങുമ്പോൾ കുഫറിനെ കുറിച്ച് പറയലുണ്ട്, അതുപോലെ തെളിവുകൾ പറയലുണ്ട്, കുറെ മുന്നറിയിപ്പ് നൽകലുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവരെന്താവുന്നറിയോ? യസുദ്ദൂന ആദാനഹും, അവർ അവരുടെ ചെവികളെ അടച്ചു വെക്കും. മുനാഫിക്കുകൾ എന്ത് ചെയ്യും? അവരുടെ ചെവികളെ അടച്ചു വെക്കും. യസുദ്ദൂന, അവർ മൂടി വെക്കും, പൊത്തിവെക്കും. ആദാനഹും, അവരുടെ ചെവികളെ. എന്തിനാണ് ചെവികളെ പൊത്തിവെക്കുന്നത്? അത് കേൾക്കാതിരിക്കാൻ വേണ്ടി. കേട്ടാലെന്താകും? ഫയമീലു, അവർ ചായ്വുള്ളവരാകും ഇലൽ ഈമാനി, ഈമാനിലേക്ക്. കേട്ടാലല്ലേ ഈമാനിലേക്ക് ചായുള്ളൂ. അപ്പൊ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ചെവി പൊത്തിപ്പിടിക്കും. അതുപോലെ തെർക്കി ദീനിഹിം, അവരുടെ മതം ഉപേക്ഷിക്കുന്നതിലേക്കും ചായും. വഹുവ ഇൻദഹും മൗത്തുൻ, അവരുടെ അടുക്കൽ മതം ഉപേക്ഷിക്കുക, ഈമാൻ ഉൾക്കൊള്ളുക, മുസ്ലിം ആവുക, പൂർണ്ണ വിശ്വാസിയാവുക എന്നുള്ളത് അവർക്ക് മരണാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ശക്തമായ മഴ പെയ്യുന്ന, അത് മഴ എല്ലാവർക്കും നല്ലതാണ്. അതുപോലെ ഖുർആൻ അതെല്ലാവർക്കും വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോ മഴയുടെ കൂടെ ഇരുട്ടുണ്ട്. ഖുർആനിൽ എന്തുണ്ട്? കുഫറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ മഴയുടെ കൂടെ ഇടിയുണ്ട്. ഖുർആനിൽ കുറെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഖുർആനിൽ കുറെ തെളിവുകളുണ്ട്. ഏതുപോലെ? മിന്നലുള്ളതുപോലെ. ഇങ്ങനെയൊക്കെ ഉള്ള ഖുർആൻ ഇറങ്ങുമ്പോൾ ഈ മുനാഫിക്കുകൾ ചെവി അടച്ചു വെക്കുകയാണ്. ഏതുപോലെ? ഇടിപൊട്ടിയാൽ ശബ്ദം കേട്ട് അവർക്ക് അപകടം വരുന്നതിന് ചെവി പൊത്തുന്നത് പോലെ. എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ചെവി പൊത്തിയിട്ടില്ലെങ്കിൽ ആ ഇടിയുടെ ശബ്ദം കേട്ട് ഒരു മരിച്ചു പോയേക്കാം. അതേപോലെ ഖുർആൻ ഇറങ്ങുമ്പോൾ ഇത്തരം കുഫറിനെ കുറിച്ചോ തെളിവുകളെ കുറിച്ചോ പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവര് ഇസ്ലാം സ്വീകരിച്ചേക്കാം. അത് സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി ചെവി അടച്ചു വെക്കും. അങ്ങനെ കേട്ടാ എന്താ ഉണ്ടാകുക? ഒരു ഇസ്ലാം സ്വീകരിക്കും, ഓരോ മതം ഉപേക്ഷിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മതം ഉപേക്ഷിക്കുക, ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളതൊക്കെ മരണത്തിന് തുല്യാണ്. മനസ്സിലാവണ്ട? മുനാഫിക്കുകൾ പറഞ്ഞാൽ അവര് കപടരാണ്. അവർക്ക് ഈമാൻ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവർക്ക് മരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഈ ചിത്രം, ഈ ഇമേജ് വളരെ മനോഹരമായ രൂപത്തിൽ ഖുർആനിൽ അവതരിപ്പിച്ചത്. വല്ലാഹു, തീർച്ചയായും അല്ലാഹു തആല മുഹീത്തുൻ, അവൻ ചുറ്റുന്നവനാണ്. ബിൽ കാഫിരീൻ, കാഫിരീങ്ങളോട് ചുറ്റുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഇൽമൻ, അറിവിനാൽ. കാഫിറുകൾ എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് വിചാരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവൻ അറിയാം. വഖുദ്റത്തൻ, കഴിവിനാലും. അതുകൊണ്ട് ഫലാ യഫൂതൂനഹു, അവർ അള്ളാഹുവിനെ നഷ്ടപ്പെടുത്തുകയില്ല. അള്ളാഹു ഓലെ ഒഴിവാക്കുകയില്ല. അവർക്ക് വേണ്ടത് നാളെ കൊടുക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? ക്ലിയർ ആയോ? അള്ളാഹുവിനെ അറിയാം കാഫിറുകളെ സംബന്ധിച്ച്, അറിവിനാലും കഴിവിനാലും. കാഫിറുകൾക്കൊക്കെ എന്തൊക്കെ കഴിയും, അവർക്ക് എന്തെല്ലാം അറിവുണ്ട്, ഇതൊക്കെ അള്ളാഹുവിന് അറിയാം. ഫലാ യഫൂതൂന, അവർ നഷ്ടപ്പെടുത്തുകയില്ല ഹു, അള്ളാഹുവിനെ. ഈ ആയത്ത് ഇറങ്ങിയത് രണ്ട് പേര് വന്നിട്ട് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഓടി മുശ്രിക്കീങ്ങളുടെ അടുത്തേക്ക് എത്തി. തങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുത്ത രണ്ടുപേർ കാഫിറുകളുടെ, മുശ്രിക്കുകളുടെ അടുത്തെത്തി. അവർക്ക് മഴ പെയ്തു, നല്ല ശക്തമായ മഴ പെയ്തു, നല്ല ഇടിയുണ്ട്, മിന്നലുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും
അവര് മഴ ഇങ്ങനെ ഇടി പൊട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ചെവിയിൽ വിരലിങ്ങനെ വെക്കും. അങ്ങനെ വെളിച്ചം കിട്ടുന്ന സമയത്ത് ഓല് ആ വെളിച്ചത്തിൽ ഇങ്ങനെ നടക്കും. ഇനി വെളിച്ചമില്ലെങ്കിലോ, മിന്നലുണ്ടാകുന്ന സമയത്ത് വെളിച്ചം കാണുമല്ലോ, അപ്പോൾ ഓല് ഇങ്ങനെ മുമ്പ് പോകും. വെളിച്ചമില്ലെങ്കിലോ ഓല് അവിടെ നിൽക്കും. അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ഒരു രൂപം, ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം അവർക്ക് വന്നു. അപ്പൊ ഈ ഒരു ഇമേജ് കൂടി ഇവിടെ എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അതിനോട് തട്ടിച്ചിട്ട് പറഞ്ഞത്. അങ്ങനെ അവരെന്ത് ചെയ്തു, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നിന്ന് പോയതാണല്ലോ. അവർ തിരിച്ചു പോയിട്ട് അവരുടെ മുനാഫിക്കീങ്ങളുടെ മുശ്രിക്കീങ്ങളുടെ അടുത്തേക്ക് പോയി. മഴ വന്നു, ഇങ്ങനെ ചെവി പൊത്തിയാണ്, വെളിച്ചം വന്നപ്പോൾ അവരിങ്ങനെ നടന്നു. അങ്ങനെ അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങള് നബിതങ്ങളുടെ അടുത്തേക്ക് ചെല്ലും, എന്നിട്ട് നാളെ ഞങ്ങൾ മുസ്ലിങ്ങളാകും എന്ന് പറഞ്ഞു. ഇവര് ഇപ്പൊ പ്രയാസം അനുഭവിച്ചിട്ട് നാളെ മുസ്ലിങ്ങളാകും എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഇവരുടെ വിഷയം അള്ളാഹു ഉദാഹരണമാക്കി എടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിലേക്ക് വന്നാൽ അവരെന്ത് ചെയ്യും, സാധാരണ മുനാഫിക്കുകൾ നബി തങ്ങളുടെ സഭയിലേക്ക് വന്നാൽ നബി തങ്ങൾ ഓതിക്കൊടുക്കുന്ന ഭാഗങ്ങളോ മറ്റൊന്നും എന്താവൂല, കേൾക്കൂല. അങ്ങനെ അവര് കേൾക്കാതെ മാറിപ്പോവും. അപ്പൊ ആ ഒരു ഉദാഹരണം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ ആണോ? ആ പറഞ്ഞോളൂ. ആ മഴ മഴ പോലെയാണ് എന്ന് പറഞ്ഞാൽ മഴ കിട്ടിയ ആളുകളെ പോലെയാണ് എന്നർത്ഥം. അത് തഫ്സീറിലായിട്ടുള്ളത്. മഴ പോലെയാണ്. അപ്പൊ അതായത് മുനാഫിക്കുകൾ മഴ പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. മഴ പോലെയാണ്, മഴ കിട്ടിയ ആളുകളെ പോലെയാണ്. അപ്പൊ അസ്ലു, അതിന്റെ അസില് സ്വാബ യസൂബു എന്നാണ് അതിന്റെ ഫിഅല്. അതിന്റെ യസൂബു എന്ന് പറഞ്ഞാൽ അർത്ഥം യൻസിലു, ഇറങ്ങുക, പെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. മുകളിൽ നിന്ന് താഴേക്ക് വീഴുക എന്നൊക്കെയാണ് അർത്ഥം. പിന്നെതാ ബർക്കുന്ന് പറഞ്ഞാൽ മിന്നല്. ലമആൻ എന്നാട്ടോ. ലമആൻ പ്രകാശം, മിന്നൽ, വെളിച്ചം എന്നൊക്കെ അർത്ഥം. ലമആൻ.
യസ്ജുറു മനസ്സിലായോ? യസ്ജുറുഹു ബിഹി, ആ അത് പേടിപ്പിക്കും. യസ്ജുറു പേടിപ്പിക്കും.